ഹായ് ഹലോ നമസ്കാരം. അതെ, ഇന്നുണ്ടല്ലോ 15 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളെല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്, പലർക്കും അറിയാമായിരിക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് പൊടി എരിവ് ഇത്തിരി കുറഞ്ഞു നിന്നോട്ടെ. പച്ചമണം മാറ്റാതെ നമ്മൾ ഡയറക്റ്റ് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എരിവ് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കും. അപ്പം എരിവ് കുറച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എരിവ് കൂടിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ടു, അല്പം എരിവുള്ള മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടു. ഇത്രയും സാധനങ്ങളിട്ട് പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്, അതുകൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത്രയും സാധനങ്ങളാണ് പൊടിയായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ കൂടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറി നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ അതൊരു ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട്. സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ എല്ലാം മൂപ്പിച്ച് പൊടി എണ്ണയിൽ മൂപ്പിച്ച് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ഇത് ആ പൊടികളെല്ലാം ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ സമയം നമുക്ക് ലാഭിക്കാം. പിന്നെ ഇതാ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, സബോള, തക്കാളിക്ക, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കൈ കൊണ്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ എണ്ണ ഒഴിച്ച് സബോളയെല്ലാം വഴറ്റിയല്ലേ പൊടിയെല്ലാം അതിലിട്ട് മൂപ്പിച്ച്. പക്ഷെ അങ്ങനെയല്ല ഇതുണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു കുക്കറിലേക്ക്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കുക്കറിലൊന്ന് അടി പിടിക്കാതെ. അതിനുശേഷം കുക്കറിൽ വിസിലുക, 2 വിസിലിന് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി 2 വിസിലും അടിച്ച് വെന്ത് വന്നു. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പും നോക്കിയിട്ട് കുറവുണ്ടേ ഇട്ട് കൊടുക്കുക. ഞാൻ പക്ഷേ കുറച്ച് കറിവേപ്പില കുക്കറിൽ ഡയറക്റ്റ് ഇടാത്തതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് ഒരല്പം ഒന്ന് വറ്റിക്കുന്നുണ്ട്. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വറ്റിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പെട്ടെന്ന് ഉണ്ടാക്കാം, ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ദോശയാട്ടോ, ഈ ചിക്കൻ കറിയുടെ കൂടെ ദോശ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ദോശയാട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ഞാനിപ്പോൾ ദോശയാണ്. അപ്പോൾ ദോശ ചുട്ട് കുറച്ച് നെയ്യും ഒക്കെ ഒഴിച്ച്, പിന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെയായി കൂടുതൽ എനിക്ക് തോന്നിയത് നമ്മുടെ അപ്പം പോലെ ഇരിക്കുന്ന ദോശയില്ലേ, അതാണ് ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചുട്ടു, പിന്നെ അല്ലാതെ അപ്പം പോലെ ഇരിക്കുന്ന ദോശയും കൂടെ ചുട്ട് നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പം സെറ്റാണ്. പിന്നെ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ ഓർക്കാപ്പുറത്ത് വരുവാണ്, ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു തോരനൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ലപോലെ പോകും കേട്ടോ. അപ്പോൾ എന്താണേലും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് അറിയിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണം. ലൈക്ക് അടിച്ചാലേ മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഒക്കെ എത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.